മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള മക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മർക്കോസ് അറിയിച്ചിട്ടുണ്ട് കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 2:5. അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷപാത രോഗിക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ പാപമോചന ബോധ്യം ഉണ്ടാകണമെന്ന് ഈശോയ്ക്ക് നിശ്ചയമായിരുന്നു. ശാരീരിക രോഗത്തെക്കാൾ കഠിനമാണ് മനസ്സിനെ ബാധിക്കുന്ന പാപരോഗം. പറഞ്ഞുപോയ തെറ്റായ വാക്കുകളും ചെയ്ത അനീതികളും ഉണങ്ങാത്ത മുറിവുകളാണ്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കാതെ അവഗണിക്കുന്ന മക്കൾ പിൽക്കാലത്ത് അവരുടെ തെറ്റിനെ ഓർത്ത് ദുഃഖിക്കാറുണ്ട്. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശ് നേടി പാപഭാരം വഹിക്കാൻ വയ്യാതായപ്പോൾ ആത്മഹത്യ ചെയ്തു. പാപഭാരത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുമോ? എന്താണ് അതിനുള്ള മാർഗം? ഈശോ നമ്മുടെ പാപബോധം ഇല്ലാതാക്കി നമ്മെ രക്ഷിക്കുവാൻ പ്രാപ്തനാണ്. ഉയർത്തെഴുന്നേറ്റ ഈശോ അരികിലുണ്ട്, താൻ എന്നെ അറിയുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് പാപഭാരമില്ലാതാകും. സൂര്യൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അന്ധകാരമില്ലാതാകുന്നത് പോലെ ഈശോയുടെ സഹിത്വം പാപബോധത്തെ മാറ്റിക്കളയും. ഏകനായി ഇരുട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഭയപ്പെടുന്ന ആൾക്കൊരു സ്നേഹിതനെ ലഭിക്കുമ്പോൾ ഭയമില്ലാതാകുന്ന പോലെ ഈശോ അരികിലുള്ളപ്പോൾ നല്ലൊരു കുമ്പസാരം നടത്തി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപഭാരങ്ങൾ ഈശോ മാറ്റിക്കളയുകയാണ്. സുവിശേഷങ്ങൾ പറയുന്ന പ്രകാരം ഈശോ ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുകയും അപ്പസ്തോലന്മാർ സാക്ഷിക്കുന്നത് പോലെ താൻ നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുവാനായി സമീപത്തുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നമ്മുടെ പാപഭാരം നീങ്ങിപ്പോകും. ഈശോ ആകുന്ന സൂര്യൻ ഉദിച്ചാൽ പാപാന്ധകാരം പൂർണ്ണമായും ഓടി ഒളിക്കും. ഇനി ഞാൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എന്ന ഒരനുഭവത്തിലേക്ക് തമ്പുരാൻ സ്ഥാപിച്ച വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ നമ്മെ എത്തിക്കും. നമുക്ക് നിർമ്മലമായ ഹൃദയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇടവരട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.